നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. മെറ്റ ഇന്ത്യയിൽ വീണ്ടും വിവാദങ്ങളുടെ നടുക്കളത്തിലായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് പങ്കുവച്ച വീഡിയോ മെറ്റ താൽക്കാലികമായി നീക്കം ചെയ്തതോടെയായിരുന്നു വിവാദം ശക്തമായത്. സാങ്കേതിക പിഴവിനെ തുടർന്നാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും പിന്നീട് പുനഃസ്ഥാപിച്ചതായും കമ്പനി വിശദീകരിച്ചെങ്കിലും സംഭവത്തെ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിന്റെയും ആഗോള തലവന്മാർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. അതേസമയം കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചെന്ന ആരോപണം, വാട്സാപ്പിന്റെ പുതിയ ഫീച്ചറിനെ ചൊല്ലിയുള്ള തർക്കം, സ്വകാര്യത നയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിമർശനം എന്നിവയെല്ലാം തന്നെ മെറ്റയെ പ്രതിരോധത്തിലാക്കിയ ചില സംഭവങ്ങളാണ്. ജൂലൈ 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഈ വീഡിയോ ലഭ്യമല്ലെന്നും നിയമപരമായ അഭ്യർത്ഥനയെ തുടർന്ന് ഈ മേഖലയിൽ വീഡിയോ തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന സന്ദേശമാണ് കാണിച്ചതെന്നും നിരവധി ഉപയോക്താക്കൾ പരാതിപ്പെട്ടു. തുടർന്ന് സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്ന് വിശദീകരിച്ച മെറ്റ വീഡിയോ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഉള്ളടക്കം അബദ്ധത്തിൽ നീക്കം ചെയ്യപ്പെട്ടതാണ്, പിന്നീട് പുനഃസ്ഥാപിച്ചു എന്നായിരുന്നു മെറ്റയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലെ വീഡിയോ എങ്ങനെ തടയപ്പെട്ടുവെന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബദ്ധത്തിൽ നീക്കം ചെയ്തുവെന്ന കമ്പനിയുടെ വിശദീകരണത്തിൽ വളരെയധികം ദുരൂഹതകളും അവശേഷിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ ഉള്ളടക്കങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പണം നൽകിയുള്ള പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടെന്ന BBC അന്വേഷണ റിപ്പോർട്ട് മെറ്റയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇത്തരം പരസ്യങ്ങൾ ടെലിഗ്രാം ചാനലുകളിലേക്ക് ഉപയോക്താക്കളെ നയിച്ചുവെന്നായിരുന്നു ആ റിപ്പോർട്ട്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് 7 ദിവസത്തിനകം വിശദീകരണം നൽകാൻ മെറ്റയ്ക്ക് നോട്ടീസ് നൽകുകയും ഇത്തരം എല്ലാ പരസ്യങ്ങളും ഉടൻ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി കുട്ടികളുടെ ലൈംഗിക ചൂഷണ ഉള്ളടക്കങ്ങളോട് സീറോ ടോളറൻസ് നയമാണ് പിന്തുടരുന്നതെന്നും ഇത്തരം ഉള്ളടക്കങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യാൻ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും മെറ്റ വിശദീകരിച്ചു. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് സന്ദേശം അയക്കാൻ അനുവദിക്കുന്ന വാട്സപ്പിന്റെ പുതിയ ഫീച്ചറിനും ഇന്ത്യ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംവിധാനം ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര IT മന്ത്രാലയം വാട്സപ്പിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടുത്തിയ ശേഷമേ ഈ ഫീച്ചർ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയുള്ളൂ എന്നാണ് വാട്സപ്പ് അറിയിച്ചത്. 2021 സ്വകാര്യത നയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി വാട്സാപ്പിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഉപയോക്തൃ വിവരങ്ങൾ മറ്റ് ഗ്രൂപ്പ് കമ്പനികളുമായി പങ്കിടുന്ന നയത്തെ ചോദ്യം ചെയ്ത കോടതി പൗരന്മാരുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടന പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോകുക, ജനങ്ങളുടെ സ്വകാര്യത അവകാശങ്ങളെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അന്നത്തെ കോടതിയുടെ കർശന നിരീക്ഷണം. ഇതിനു മുമ്പ് 2024 ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മെറ്റ CEO മാർക്ക് സക്കർബർഗ് നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. കോവിഡിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷികൾ പരാജയപ്പെട്ടുവെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ത്യയുടെ സാഹചര്യത്തിൽ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് മെറ്റ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ശിവനാഥ് തുക്രാൾ പരാമർശം അബദ്ധത്തിൽ സംഭവിച്ച പിഴവാണെന്ന് വിശേഷിപ്പിച്ച് മാപ്പ് പറയുകയും ഇന്ത്യ മെറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിൽ ഒന്നാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ അബദ്ധത്തിൽ നീക്കം ചെയ്തതാണെന്ന മെറ്റയുടെ വിശദീകരണത്തിൽ സംശയങ്ങൾ ഉയരാൻ കാരണം. ഇന്ത്യയാണ് മെറ്റയുടെ ഏറ്റവും വലിയ വിപണി. സ്റ്റാറ്റിസ്റ്റിയുടെ കണക്കുകൾ പ്രകാരം ഇൻസ്റ്റഗ്രാമിന് ഇന്ത്യയിൽ 48 കോടിയിലധികം ഉപയോക്താക്കളുണ്ട്. ഫേസ്ബുക്കിന് 40 കോടിയിലധികം ഉപയോക്താക്കളും വാട്സപ്പിന് ഏകദേശം 85.3 കോടി ഉപയോക്താക്കളുമുണ്ട്. അതിനാൽ കേന്ദ്ര സർക്കാരുമായും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുമായി തുടർച്ചയായി വരുന്ന ഏറ്റുമുട്ടലുകൾ മെറ്റയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ വലിയ വെല്ലുവിളിയായി മാറുമോ എന്ന ആശങ്ക ടെക് മേഖലയിൽ നിന്നും ഉയരുന്നുണ്ട്.